ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് മട്ടൻ വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഒരു 1/2 കിലോ മട്ടൻ ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതിലേക്കുള്ള ഞാനിതിൽ വെല്ലുള്ളി ഒന്നും ചേർക്കണില്ല. ഞാൻ കൂടുതൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/2 ടീസ്പൂണ് ചെറിയ ജീരകം മിക്സിൻ്റെ ജാറിൽ ഇട്ടുകൊടുത്ത്, പിന്നെ തൊലിച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ടുകൊടുത്ത്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ഇട്ടുകൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ ചതച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ മട്ടൻ ഉണ്ടാക്കുമ്പോൾ ചുവന്നുള്ളിയിൽ വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരിത്തിരി നല്ല ജീരകം കൂടി കൂട്ടി, പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല ജീരകം അതിൻ്റെ കൂടെ ഇട്ട് ചതച്ചത്. പിന്നെ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവട്ട് പൊട്ടിച്ച്, പിന്നെ അതിലേക്ക് ആ ചതച്ച് വെച്ച ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ കൂട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതുകൊണ്ട് വഴറ്റി വന്നാൽ പിന്നെ ഞാൻ ഒരു 3 തക്കാളിയാണ് വീഡിയോയിലുള്ളത്. പക്ഷേ ഞാൻ 3 തക്കാളി എടുത്തിട്ടില്ല കേട്ടോ, 2.5 തക്കാളി എടുത്തിട്ടുള്ളൂ. കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി തക്കാളി അത് കൂടുമെന്ന് വിചാരിച്ച് അത് അതിനൊരു പീസ് കുറച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള അളവിനനുസരിച്ച് എങ്ങനെ വേണ്ട വെച്ചാൽ അതുപോലെ ഇട്ടെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, ഞാൻ മുളക് പൊടി ഇട്ട് വെക്കലില്ല. മുളക് പൊടി ഇട്ട ആളുകൾ വെക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി ഇടലില്ല, കുരുമുളകിൻ്റെ പൊടിയാണ് ഇടല്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ആണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ടെടുക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഞാൻ അതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം അതിലേക്ക് ആ മട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. അങ്ങനെ അത് പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഇല്ലാതെയും വെക്കാം. എനിക്കിത് പത്തിരിക്കുള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയൊക്കെ തന്നെ ഇതിലേക്കുള്ള ചേരുവകളുള്ളൂ. ഇത് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ശേഷം കുക്കർ മൂടി കൊടുത്തിട്ട് 4 വിസിലാണ് ഞാനിതിനെ അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 4 വിസിൽ ഓരോരോ ഇറച്ചിക്കനുസരിച്ചിട്ട് ഉണ്ടാവും. അത് മൂപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഇളയതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ ഉപ്പ് ഇതൊക്കെ നോക്കിയാണ്ട് കുക്കറിന് അടച്ച് വെച്ചിട്ട് 4 വിസിൽ അടുപ്പിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് പത്തിരിയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പത്തിരി ചൂടുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടുന്നൊരു വീഡിയോ ജസ്റ്റ് എടുത്തെന്നുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ മട്ടനൊക്കെ വേവായി. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും.